എനിക്ക് ആകെയുള്ള വരുമാന മാർഗം എന്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhsന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്ക് അത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതിന് ഈ ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ടോ മരുന്നിന്? ഇല്ല, എനിക്ക് ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് 2 ഐറ്റം മരുന്നില്ലായിരുന്നു. അത് പുറത്തുനിന്ന് എടുത്തപ്പോ 500 രൂപയായി ഫസ്റ്റ് കീമോക്ക് പോയി എടുത്തപ്പോ. രണ്ടാമത് പോയി എടുത്തപ്പോഴത്തേക്കും 500 രൂപ. മൂന്നാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്ക് രേണു എന്തിനു വേണ്ടിയിട്ടാണ് ഈ പച്ചിച്ച് ജീവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിലൂടെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളായിരിക്കും ഇതിനകത്ത് അഫക്റ്റഡ് ആവാൻ പോകുന്നത്. നിനക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ഈ ഒരു രോഗം മാറിക്കഴിഞ്ഞാൽ നിനക്ക് ആ രീതിയിൽ തന്നെ നിനക്ക് മുതലെടുക്കാമല്ലോ. അല്ലെങ്കിൽ നിനക്കൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുള്ള കാര്യമാണല്ലോ, നിനക്ക് അത് വെച്ച് വീണ്ടും ജീവിക്കാമല്ലോ. പിന്നെ എന്തിനാണ് ഈ ഒരു രോഗത്തെ ചൊല്ലി ഈ ഒരു രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് അതിന്റെ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു മരുന്നുണ്ട്, ആ മരുന്നിന് 2 ലക്ഷം രൂപ ചെലവുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിച്ചു വിടുമ്പോഴത്തേക്കിനെ രേണു എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ മുഖം എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഇൻഫർമേഷൻ ഏകദേശം എല്ലാവരുടെയും തലയ്ക്കകത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് നാളെ തൊട്ട് ആർക്കെങ്കിലും ഇത് ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേന് അവർക്ക് ആദ്യം വരുന്നത് എന്തോന്നറിയോ? ഈ ചെലവായിരിക്കും. ഒരു മരുന്നിന് ഇത്രയും രൂപ എക്സ്പെൻസ് വരുന്നോ എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. അത്രയും രൂപ എക്സ്പെൻസ് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് അവരുടെ മാനസികാവസ്ഥ, ചിലപ്പോൾ കയ്യിൽ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തോ വിചാരിക്കും? അവരുടെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളയാന്നല്ലേ അവർ വിചാരിക്കത്തുള്ളൂ. കാരണം നീ കൊടുക്കുന്ന നെഗറ്റീവ് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേന് പാവപ്പെട്ട ജനങ്ങളെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്യാൻസർ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിതിന്റെ എക്സ്പെൻസ് എന്താണെന്നും ഈ കേസ് എങ്ങനെയാണെന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എത്ര രൂപയാണ് ഇതിന് ചെലവ് വരുന്നതെന്നും അവർക്ക് എത്ര രൂപ ഇതിനകത്ത് ചെലവായിട്ടുണ്ടെന്നും ഈ കീമോ കഴിഞ്ഞുള്ള റേഡിയേഷൻ എമൗണ്ട് എത്രയാണെന്നും കീമോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന്റെ മരുന്നിന്റെ ചെലവ് എങ്ങനെയാണ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എല്ലാം സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അതിനകത്ത് ചില ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മരുന്നിന്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് മേടിക്കാൻ, അതും 500-1000 രൂപയ്ക്കകത്ത് മാത്രം നിൽക്കുന്ന കാര്യങ്ങൾ. ഈ സെയിം ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് വരുന്ന ഒരു രോഗിയുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? പാവപ്പെട്ട ജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടി തീരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ മറ്റേതെങ്കിലും രീതി വേണം. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമായിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് മുന്നോട്ട് വരരുത്. ആ സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് ഞാൻ അതിനകത്ത് വെക്കാം. അത് വ്യക്തമായിട്ട് ആ രോഗാവസ്ഥ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും നമ്മൾ എങ്ങനെ പരിചരിക്കണമെന്നും നമ്മൾ ഏത് രീതിയിലുള്ള കെയർ കൊടുക്കണമെന്നും നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ടെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ലേഡി എന്നോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ആ ഓഡിയോ കേൾക്കുക, കാണുക, ഇൻഫോർമേറ്റീവാ. കഴിഞ്ഞ ദിവസം നമ്മൾ പിക്ലൈൻ്റെ ഒരു ഇൻഫർമേറ്റീവായിട്ടൊരു വീഡിയോ ചെയ്തു. ഇതും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. വേണുവിൻ്റെ ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസറും കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു സൈഡിലോട്ട് മാറിപ്പോകില്ല. ഈ ഒരു സാധനം നിങ്ങൾ കാണുക, കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. നിങ്ങളുടെ മുന്നിൽ ഒരു കപട സ്ത്രീയാണോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതോ വ്യക്തമായ എല്ലാ സത്യങ്ങളും പറയുന്ന ഒരു സ്ത്രീയാണോ എന്നുള്ളൊരു കാര്യം കണ്ടുവരിക. ഹലോ ഹലോ ബിച്ചു ആണേ. ഓക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് നവംബർ മുതൽ 2025 നവംബറിലാണ് എന്റെ നവംബറില സെപ്റ്റംബർ ഓണം കഴിഞ്ഞിട്ടാണ് എന്റെ അസുഖം അറിയുന്നത് എനിക്ക്. അപ്പൊ ഞാന് ആദ്യം പോയത് ബ്രസ്റ്റിൽ തന്നെ എനിക്കിങ്ങനെ ചെറിയ തടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വേദനയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അധികം അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ദിവസം നല്ല സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോ 2-3 ദിവസമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി, കുറയുമെന്ന് വിചാരിച്ചത് നോക്കിയിട്ടും കുറയുന്നില്ല, കൂടുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ കുഞ്ഞു തടുപ്പുകളൊക്കെ പിന്നെ അടുത്തടുത്തായിട്ട് വേറെയും കണ്ടു തുടങ്ങി. അങ്ങനെ ഡൗട്ട് വന്ന് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ എത്രയും വേഗം സർജനെ കാണിക്കാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു. നമ്മൾ സിറ്റിയിൽ തന്നെ ഒരു ഡോക്ടർ റൂമിലാണ് പോയി കാണിച്ചത്. അപ്പൊ പുള്ളിക്കാരനും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി പ്രശ്നമുള്ള ട്യൂമർ ആണ്, നമുക്ക് എന്തായാലും വേഗം ടെസ്റ്റുകളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു സ്കാനിങ്ങും ചെയ്തു, പിന്നെ ഒരു ചെറിയൊരു ബയോപ്സിയും ചെയ്തു. അതില് എന്താണെന്ന് വ്യക്തമല്ല, ഒന്നിൽ കൂടുതൽ ട്യൂമറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ബയോപ്സിക്ക് എഴുതിയത് FNACക്ക് എഴുതി. അത് പുറത്ത് ചെയ്യണമെങ്കിൽ 10,000 രൂപയ്ക്ക് മേലെ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അതിനുള്ള നിവൃത്തിയൊന്നും ഇപ്പൊ ഇല്ല ഡോക്ടറെ, ഏതെങ്കിലും ഗവൺമെന്റിലത്തേക്ക് മെഡിക്കൽ കോളേജിലോ അങ്ങനെ എവിടത്തേക്കെങ്കിലും തരാൻ പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തേക്ക്, അത് മെഡിക്കൽ കോളേജിലത്തേക്ക് എനിക്ക് തന്നു സർജനെ കാണിക്കാൻ വേണ്ടി, അവിടെ ബയോപ്സി ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവിടെ നിന്ന് ബയോപ്സിക്ക് എടുത്തിട്ട് പുറത്ത് ലാബിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പുറത്തെ ലാബിലാണ് കൊടുത്തത്. അവിടെ കൊടുത്ത് ഒരാഴ്ച ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ 2 മാസം മെഡിക്കൽ കോളേജിൽ എല്ലാ ടെസ്റ്റുകൾക്കും വേണ്ടി എക്കോ, പിന്നെ കുറെ ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി
ഞാൻ ഒരു 1.5 മാസം ഞാൻ ഇങ്ങനെ മെഡിക്കൽ കോളേജ് കയറി ഇറങ്ങി. എന്നിട്ട് ഈ അസുഖം ഇതാണെന്ന് അറിഞ്ഞിട്ടും അവര് സർജറിക്കൊന്നും പെട്ടെന്നൊന്നും ഡേറ്റ് തരുന്നില്ല. കാരണം എനിക്ക് വേറെ എങ്ങോട്ടും സ്പ്രെഡ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഈ നെഞ്ചിന്റെ ഭാഗത്തും കൈക്കുഴിയിലൊക്കെ മാത്രമേ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ വാപ്പാടെ അനുജന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഇനി അവിടെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെഞ്ഞാറമ്മൂട് ഗോകുലത്തിലാണ് സർജറി ചെയ്തത്. അവിടെ സർജറി ചെയ്തിട്ട് പിന്നെ കീമോക്ക് പിന്നെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 50,000 രൂപ ആവുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ കീമോ ചെയ്യാൻ അത്രയും ഒരു കീമോ 8 കീമോയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒരു കീമോ 50,000 രൂപ കൊടുത്ത് 8 കീമോ ചെയ്യാൻ വേണ്ടിയൊന്നും നമുക്ക് പറ്റത്തില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലത്തേക്ക് വാങ്ങി. അവിടെ എനിക്ക് കീമോക്ക് പൈസയൊന്നും ആയില്ല. പിന്നെ അവിടെ ഇല്ലാത്ത 1-2 മെഡിസിൻ നമ്മൾ പുറത്തുനിന്ന് എടുക്കണം. ഈ കീമോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മെഡിസിൻ എങ്ങനെ 2 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടോ? നോ 2 ലക്ഷം ഒന്നുമില്ല, 2 ലക്ഷം ഒന്നുമില്ല. നമുക്ക് ഫസ്റ്റ് എനിക്ക് കീമോക്ക് പോയപ്പോഴത്തേക്ക് എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് തരുന്നത്. പുറത്തുനിന്ന് നമ്മളൊന്നും എടുക്കണ്ട. അവിടെ ഇല്ലാതെ വരുന്നത് 1-2 മരുന്നുകൾ മാത്രം. അതിന് ഈ 2 ലക്ഷം രൂപ അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ടോ മരുന്നിന്? ഇല്ല, എനിക്ക് ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് 2 ഐറ്റം മരുന്നില്ലായിരുന്നു. അത് പുറത്തുനിന്ന് എടുത്തപ്പോ 500 രൂപയായി ഫസ്റ്റ് കീമോക്ക് പോയി എടുത്തപ്പോ. രണ്ടാമത് പോയി എടുത്തപ്പോഴത്തേക്കും 500 രൂപ. മൂന്നാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്ക് 3000 സംതിങ്. ഈ കീമോളെല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ കോളേജ് തന്നെ ചെയ്തത് അല്ലേ? മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചെയ്തത്. അവിടെ ചെയ്തപ്പോഴത്തേക്കും പിന്നെ 3000 രൂപ. മൂന്നാമത്തെ കീമോക്ക് എനിക്ക് 3000 രൂപ. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞ് അത് മരുന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, മാസം ലാസ്റ്റ് ആവുമ്പോൾ എല്ലാ മരുന്നും കാണത്തില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ. അത് എനിക്ക് അത്രയും രൂപ ആയതെന്ന് പറഞ്ഞാല് എനിക്ക് ഹെൽത്ത് കാർഡ് ഇല്ല, ഇൻഷുറൻസ് കാർഡ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് അത്രയും പൈസ ആയത്. ഇത് ഇൻഷുറൻസ് കാർഡ് പൈസ ഒന്നും ആവത്തില്ല. പിന്നെ പുറത്ത് എന്തെങ്കിലും ടെസ്റ്റിന് എഴുതണമെങ്കിൽ മാത്രം, അതായത് ബ്ലഡ് ടെസ്റ്റ്, പിന്നെ നമ്മൾക്ക് കീമോ ചെയ്യുന്നതിന് തലേ ദിവസം കൗണ്ട് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് പുറത്ത് ചെയ്യുന്നതിന് 250 രൂപ ആവും. 250 രൂപ. ഓക്കെ. എല്ലാവരും 5000 രൂപയ്ക്ക് അകത്തുള്ളതേ ഉള്ളൂ ഒരു തവണ ചെയ്യുമ്പോഴത്തേന് വരുന്നല്ലേ? ഒരു തവണ. അത് അവിടെ ഹോസ്പിറ്റലിൽ മരുന്നില്ല എങ്കിൽ മാത്രം. പിന്നെ റേഡിയേഷന് മാത്രം നമുക്ക് പിന്നെ ഹെൽത്ത് കാർഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു റേഡിയേഷന് 5000 രൂപയാണ്. അപ്പം എനിക്ക് 15 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 75,000 രൂപ അതിനാവും. മുന്നേ അടയ്ക്കണം, റേഡിയേഷന് മുന്നേ നമ്മൾ അടയ്ക്കണം. പക്ഷെ കീമോക്ക് ഇത്രയും പൈസ ആവില്ല. ഹെൽത്ത് കാർഡ്. ഈ കീമോ ചെയ്തോണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു മാനസികാവസ്ഥയൊക്കെ? കീമോ ചെയ്തോണ്ടിരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ അത് കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു, നോർമൽ തന്നെയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ 1-2 തവണ ഛർദ്ദിച്ചൊന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ, ബോഡി പെയിനും പിന്നെ ഛർദില്, തലയാണെങ്കിൽ ഭയങ്കരമായ സഹിക്കാൻ പറ്റാത്ത വേദന തലയ്ക്ക്. തലയിൽ തൊടാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ കൈയുടെ വിരല്, കാലിന്റെ വിരല്, കാൽപാദം, ഇതൊന്നും നമുക്ക് ബെഡിൽ നിന്ന് താഴോട്ട് കാല് ചവിട്ടി ഇറങ്ങാൻ പറ്റത്തില്ല. അത്ര വേദനയാണ് നമുക്ക് ശരീരത്തിനുണ്ടാവുന്ന വേദന. ഒരാളുടെ സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോലും നമുക്ക് പോവാൻ പറ്റത്തില്ല. ഒരാൾ ബാത്റൂമിൽ എപ്പോഴും അടുത്ത് വേണം. നമ്മൾ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരാൾ വേണം. കാരണം എപ്പോഴാണ് പിന്നെ നമ്മൾ വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ തരത്തിലാണ്. പിന്നെ നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം കാണൂല. ഫുഡിനോടായാലും നമുക്ക് ആരെയും കാണുന്നത് പോലും ഇഷ്ടമല്ല. കാരണം നമുക്ക് അപ്പോഴൊക്കെ വൊമിറ്റിങ്ങിനുള്ള ഇതാണ് തോന്നുന്നത്. വീട്ടിലുള്ളവരെ കണ്ടാൽ ബുദ്ധിമുട്ടാണ് ഭയങ്കര. പിന്നെ എനിക്ക് ഫസ്റ്റ് കീമോ കഴിഞ്ഞ് 14ാമത്തെ ദിവസമായപ്പോ മുടി ഇങ്ങനെ ഊരി വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ മുടി ഊരി വരുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ മുടി തലയൊട്ടിന്ന് ഇങ്ങ് പറഞ്ഞു പോരും. നമ്മൾ തൊടുമ്പോഴും ചീകുമ്പോഴും ഒക്കെ നമ്മൾ കിടക്കുന്ന സ്ഥലത്തും ഒക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ വീണോണ്ടിരിക്കും. അങ്ങനെ അപ്പൊ എന്റെ അടുത്ത് മുന്നേ ഇങ്ങനെ ഈ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളവർ എന്റെ അടുത്ത് മുന്നേ പറഞ്ഞായിരുന്നു, അങ്ങനെ മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോ മൊത്തം അങ്ങ് എടുത്ത് കളയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് 14 ദിവസമായപ്പോ ഞാൻ മുടി ഫുള്ള് എടുത്ത് കളഞ്ഞത്. നമുക്ക് ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു വരുമ്പോ നമുക്ക് ടെൻഷൻ കൂടും.
അപ്പൊ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നമുക്കത് ഫുൾ എടുത്ത് കളയാന്ന്. അങ്ങനെ ഫുൾ എടുത്ത് കളഞ്ഞു. പിന്നെ ഒരു രണ്ടാമത്തെ കീമോ ആയപ്പോ മുതൽ എന്റെ കൺപീലിയും കണ്ണിന്റെ പുരികവും ഒക്കെ പോവാൻ തുടങ്ങി. ഇപ്പോഴും ഇതുപോലെയാണ്. നമുക്ക് ഈ മുടി കൊഴിയുമ്പോഴും കൺപീലിയൊക്കെ പോകുമ്പോഴും നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. പുരികത്തും കണ്ണിലും. കണ്ണൊക്കെ നല്ല നീറ്റലാണ്. കണ്ണ് അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റൂല, തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റൂല, അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ ശ്വാസം മുട്ട്, നമുക്ക് നടക്കാനോ ഒന്നിനും പറ്റത്തില്ല. നമുക്ക് 2 ചുവട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടുണ്ടാവും. ഒരാളെ ചാരി വേണം നടക്കാൻ. പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡോക്ടർ കീമോ തുടങ്ങുന്നതിന് മുന്നേ നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഫുഡിന്റെ രീതി, പുറത്തുനിന്നുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മളെ മധുരപാനീയങ്ങളിൽ ബോട്ടിൽ വരുന്ന പുറത്തുനിന്നുള്ള വെള്ളങ്ങളുണ്ടല്ലോ നമ്മൾ വാങ്ങി കുടിക്കുന്നത്, അതൊന്നും കഴിക്കാൻ, മിനറൽ വാട്ടർ കുടിക്കാം, പക്ഷേ മധുരപാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മറ്റു ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതൊക്കെ അതിന് വല്ല നിയന്ത്രണം ഉണ്ടായിരുന്നോ? അതൊന്നും പുറത്ത് പോവാനേ പാടില്ല എന്നാണ് നമ്മളടുത്ത് പറഞ്ഞുവിടുന്നത്. കീമോ കഴിഞ്ഞ ഉടൻ നേരെ നമ്മൾ വീട്ടിൽ തന്നെ പോകണമെന്നാണ് പറയുന്നത്. വേറെ എങ്ങും പുറത്ത് നിങ്ങളുടെ ഫാമിലി ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വരുന്നതിന് അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നോ? അങ്ങനെ വല്ലോ? അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ആരും വരാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്നാൽ പോലും മാസ്ക് ധരിക്കാതെ നിൽക്കരുത് എന്നാണ് പറയുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ആളായിരുന്നു, നല്ല പ്രതിരോധ ശേഷിയുള്ള ആളായിരുന്നു. എന്റെ വീട്ടിൽ എല്ലാവർക്കും ലോക്ക്ഡൌൺ സമയത്ത് കൊറോണ വന്നു. എന്റെ ഹസ്ബൻഡ് അന്ന് ആ സമയത്തൊക്കെ കന്യാകുമാരി, തൂത്തുക്കുടി അവിടെയൊക്കെ പോയി മീൻ എടുക്കുന്ന ആളായിരുന്നേ. അപ്പൊ അങ്ങനെ പോയപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡിന് കൊറോണ വന്നു. അപ്പൊ എന്റെ വീട്ടില് എന്റെ മക്കൾക്കും വന്നായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം എനിക്ക് ഒരു അസുഖം, എനിക്ക് ആകെ ഉള്ള അസുഖം എന്ന് പറഞ്ഞാൽ മൈഗ്രെയിന്റെ തലവേദന. അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു അസുഖം എനിക്ക് വരത്തേ ഇല്ലായിരുന്നു. അത്രയും പ്രതിരോധ ശേഷിയും 60 കിലോ വെയിറ്റും ഉള്ള ഞാനാണ് ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ തളർന്നു പോയത്. പിന്നെ എന്റെ കൈ കാലൊക്കെ ഫുള്ള് കറുത്തു, നന്നായിട്ട് കറുത്തു, നഖമൊക്കെ കറുത്തു. നമുക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ല. നമ്മൾ ആരെങ്കിലും കാണാൻ വന്നാൽ പോലും നമുക്ക് അവരുടെ മുന്നിൽ ഇറങ്ങി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ആ രൂപം കാണുമ്പോഴേ. പിന്നെ കീമോ ചെയ്തിട്ട് എന്റെ ആദ്യം എനിക്ക് വലത് സൈഡായിരുന്നു സർജറി കഴിഞ്ഞത്. അപ്പൊ എനിക്ക് പിന്നെ വലത് കയ്യിൽ കീമോ ഇടാനോ ബ്ലഡ് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പൊ ഇടത് കൈയിലാണ് എനിക്ക് കീമോ ഉള്ളത്. അപ്പൊ ഒരു 3ാമത്തെ കീമോ ആയപ്പോഴത്തേക്കും പിന്നെ കീമോയുടെ മരുന്ന് ലീക്കായി ആ കൈ ഫുള്ള് പഴുത്ത്, ആ കൈ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. ആ കൈ ചലിപ്പിക്കാനേ പറ്റൂലായിരുന്നു. പിന്നെ ഉള്ള 4 കീമോ എനിക്ക് 2 കാലില് മാറി മാറിയാണ് ഇട്ടത്. അതും ഈ ലാസ്റ്റ് കീമോ ആയപ്പോഴത്തേക്കും എന്റെ കാലില് മരുന്ന് ലീക്കായി, അത് കാല് പഴുത്ത്. പിന്നെ 2 ആഴ്ച ഡോക്ടറെ നിങ്ങൾക്ക് നിങ്ങളോട് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ മൊബൈൽ ഉപയോഗമോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിയന്ത്രണം ഉണ്ടോ അതിന്? മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. മൊബൈൽ ഉപയോഗിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസുഖം വരുമ്പോഴത്തേക്കും നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴേ നമ്മുടെ ഉറക്കം പോകും. ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴെന്നല്ല നമ്മളടുത്ത് ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് ഇതാണ്, ക്യാൻസർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സമനില തന്നെ തെറ്റും. ഞാൻ അത് അറിഞ്ഞ സമയത്ത് ഞാൻ അനുഭവിക്കാനൊന്നുമില്ല എന്റെ മാനസികാവസ്ഥ. കാരണം മക്കളുള്ളത് കൊണ്ട് തന്നെ, 2 കൊച്ചുമക്കളാണ്. അപ്പൊ മക്കളുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളോ ചിന്തിച്ചിട്ടും, പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതിന് വേണ്ടുന്ന ചികിത്സയുടെ, അപ്പൊ നമുക്ക് പറഞ്ഞുള്ള അറിവെന്ന് പറഞ്ഞാൽ പലയിടത്തും കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചികിത്സാ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ RCCയിൽ അല്ലാതെ തന്നെ കാരുണ്യെന്ന് അതൊന്നും ഇവിടെ നിന്നൊക്കെ RCCയിൽ പോലും പിന്നെ ഭയങ്കര പൈസ എന്ന് പറയുന്നിടത്ത് RCCയിൽ പോലും ചികിത്സാ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് അങ്ങനെ പല ഫണ്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട്, ചികിത്സാ സഹായം. അതായത് നമുക്കിപ്പം ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഇതുവരത്തിലുള്ള രോഗം വരുവാണെങ്കിലും അവർക്ക് വരുന്ന ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടല്ലേ? എന്നുവെച്ചാൽ ഈ വലിയ പണക്കാർ പോലും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ പൈസ ആവാത്തത് കൊണ്ടാണ് വരുന്നത്. അല്ല, ഞാൻ ഈ പുള്ളിക്കാരുടെ ഈ രേണുസുധിയുടെ ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നേ, ഒരു കീമോയ്ക്ക് മുമ്പ് എടുക്കുന്ന മരുന്നിന് 2 ലക്ഷം രൂപ ചെലവുണ്ടെന്ന്. ഓരോ കീമോയ്ക്കും 2 ലക്ഷം രൂപ ചെലവുണ്ടെന്ന്. കീമോ ചെയ്യുന്നതിന് 50,000 രൂപയാണ് പറഞ്ഞത് ഗോകുലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ. ഗോകുലം വെഞ്ഞാറമ്മൂടുള്ള ഗോകുലത്തിൽ 50. അപ്പൊ അന്ന് നമ്മ കൊണ്ട് കീമോ മെഡിക്കൽ കോളേജിലേക്ക് പോയത്. മെഡിക്കൽ കോളേജിൽ നിന്ന് കീമോ ചെയ്തപ്പോ ഒരു പ്രാവശ്യം 500, ഒരു പ്രാവശ്യം 5000, 1500 ഇങ്ങനെ. പിന്നെ ഇതിനാവണ പൈസ മെയിൻ ആയിട്ട് ആവണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ.
അത് ഓ പുറത്ത് ചെയ്യുന്നു. അതെല്ലാം പുറത്ത് ചെയ്യണം. ബോൺ ടെസ്റ്റ്, എല്ല് ടെസ്റ്റ് 5500. നമുക്ക് അതൊക്കെ അകത്തുനിന്ന് തന്നെ ചെയ്യാം. പിന്നെ ഇത് വേറൊരു 13,000 രൂപ അവസാനം ഒരു ടെസ്റ്റ് ചെയ്തു. അന്നേരം നെഞ്ചിന്റെ ഭാഗത്ത് ശ്വാസകോശത്തിൽ എന്തോ ഒരു ചെറിയൊരു ഇത് സംശയം വന്ന് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തു. ഉം, അത് 13,000 രൂപയായി ടെസ്റ്റ് ചെയ്തത്. ഉം. അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്തു. അതൊക്കെയാണ് ഈ വിഷയമാവണം. പിന്നെ റേഡിയേഷന് പൈസ, ഇതെല്ലാം ഉം. വേറെ കുഴപ്പം, വേറെ വലിയ ഓവർ പൈസ ആവൂല. പിന്നെ ഇവര് കീമോ കഴിഞ്ഞ് വന്നാൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് സഹിക്കാവൂല. അവസാനം ഈർക്കിൽ പോലെ ആയി ഛർദിലും ആഹാരം കഴിപ്പുമില്ല. അവസാനം ചുരുണ്ട് മടങ്ങി അട്ട ചുരുണ്ട് കിടക്കുമ്പോഴാണ് കിടക്കണം. വെക്കുന്നത്. നമുക്ക് മനസ്സിലായി. നടക്കാത്തില്ല. അവിടുന്ന് കീമോ കഴിഞ്ഞ് വണ്ടി കയറുമ്പോ തന്നെ ഛർദിലാണ്. വഴിയിലെ 2-3 സ്ഥലത്ത് നിർത്തി ഛർദിച്ചാണ് പറയുന്നത്. ആ, പിന്നെ വീട്ടിൽ മീൻ കറിയോ ചോറോ ഒന്നും വെക്കാക്കൂല. ഇതിന്റെ സ്മെല്ലടിച്ച ഛർദിലോടും. കടത്തി. ഓ, അത്ര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ ചേച്ചിക്ക്? എനിക്ക് ഇനി റേഡിയേഷനും കൂടി ഉണ്ട്. 15 റേഡിയേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അതിന് മുന്നേ ഹോർമോൺ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ 2 ആഴ്ച കൊണ്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു. ഉം, പിന്നെ റേഡിയേഷന് ചെല്ലാൻ വേണ്ടി. അടുത്ത ആഴ്ച തൊട്ട് റേഡിയേഷൻ തുടങ്ങും എനിക്ക്. ഉം, 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 അവിടെ ഈ പറയുന്ന കാരണം മിക്കുള്ളവരും അവിടെ മെഡിക്കൽ കോളേജിൽ, പിന്നെ മെഡിക്കൽ കോളേജ് ഓങ്കോളജിയിൽ കൂടുതലും മുതിർന്നവരെ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കുട്ടികളെയൊക്കെ RCCയിലോട്ടാണ് വിടുന്നത്. ഓ, ഓ, അപ്പൊ ഓ. മെഡിക്കൽ കോളേജിൽ പ്രായം കുറഞ്ഞത് ഞാനാണ്. ആ, 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 ആ. മെഡിക്കൽ കോളേജ് ഓങ്കോളജിയിൽ ഈ കീമോ ചെയ്യാൻ വേണ്ടി വരുന്നതിൽ പ്രായം ഏറ്റവും കുറവ് ഞാനാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഓരോന്നിനും എത്ര എമൗണ്ട് ആയി, എങ്ങനാ എന്നൊക്കെ ചോദിക്കുമ്പോ അവരെനിക്ക് എല്ലാം പറഞ്ഞുതരും. അപ്പോഴത്തേക്കാണ് എന്റെ ടെൻഷൻ മാറുന്നത്. നമ്മൾ വെച്ചത് ഫസ്റ്റ് കീമോക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനി എത്ര രൂപ ആവും എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അന്ന് നമുക്ക് 500 രൂപയെ ആയിട്ടുള്ളായിരുന്നു. നമ്മൾ കീമോക്കൊന്നും ഞങ്ങൾക്ക് 5000 രൂപയ്ക്ക് മേലെ പോയിട്ടില്ല. 5000 രൂപയ്ക്ക് ഉള്ളിലേ ആയിട്ടുള്ളൂ കീമോയുടെ മെഡിസിന്. ആ, 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 ആ. പിന്നെ അവിടെ തന്നെയായിരുന്നു എനിക്ക് CT സ്കാനും പെറ്റ് സ്കാനും ഒക്കെ ചെയ്തത്. അത് എനിക്ക് CTക്ക് 5000 രൂപ, പെറ്റ് സ്കാനിന് 5500 രൂപ. അത് പുറത്തുനിന്ന് മരുന്ന് വരുത്തിച്ചാണ് ഈ പെറ്റ് സ്കാൻ ചെയ്യുന്നത്. ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് ആണ് പിന്നെ നമുക്ക് പെറ്റ് സ്കാൻ ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് വരുന്ന മരുന്നാണ്. ഓ, അതിന് പോലും നമുക്ക് അത്രയും ആ മരുന്നിന് നമുക്ക് പൈസ ആയിട്ടില്ല. ആയിട്ടില്ല. ഓക്കെ. പ്രത്യേകിച്ച് ഈ യെല്ലോ കാർഡും കൂടെ ഉള്ളവർക്ക് എല്ലാം ഫ്രീ ആണ്. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർ എമർജൻസിന്ന് എഴുതി, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എമർജൻസി എന്ന് എഴുതി തരും. ഇപ്പൊ സ്കാനിങ് ആയാലും എക്സ്റേ ആയാലും എന്തായാലും ചിലപ്പോൾ ഡേറ്റ് ഇട്ട് തരും. മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനും എക്സ്റേക്കും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും കുറച്ച്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് എമർജൻസി എഴുതി തന്നെ അപ്പൊ തന്നെ ചെയ്തു തരും. അതൊക്കെ പൈസ ഒന്നും ആവൂല. 500 രൂപ കൂടുതലായിട്ടില്ല എന്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അകത്ത്. ഓക്കെ. ആ, അല്ല ഞാനിങ്ങനെ പുറത്ത് ഒരുപാട് ഇതൊരു ഭയങ്കര എമൗണ്ട് തന്നെയാണ്. നല്ല സർജറിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടെ. ഒരു എന്താ എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും അറിയാൻ പറ്റി എന്റെ അടുത്തുനിന്നേ. അതന്നെ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം അതാണ്. കാരണം നമ്മുടെയൊക്കെ അത്ര പോലും ഒരു നിവൃത്തി ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ അവര് തന്നെ പേടിച്ചു, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ആവോ. ഈ അസുഖം എന്ന് അറിയുമ്പോ തന്നെ നമ്മൾ ഈ ഇതിന്റെ ചികിത്സയുടെ ചെലവ് അതാണ്. തീർച്ചയായിട്ടും. ഒന്ന് മാനസികമായി ഡൗൺ ആവും. അതിന്റെ കൂടെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു എക്സ്പെൻസും കൂടെ കേൾക്കുമ്പോഴത്തേക്കിന് തന്നെ ജീവിതം ഇല്ലാതാക്കി പോയാലും തന്നെ വിചാരിക്കത്തുള്ളൂ. നമുക്ക് ഈ അസുഖം എന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഒരാളോട് നേരെ നോക്കി സംസാരിക്കാൻ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയ്ക്കാണ് നമ്മുടെ മാനസിക വിഷമം. ആരുടെ വഴക്ക് വെക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നത്തില്ല. നമുക്ക് എപ്പോഴും പിന്നെ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂടെ ഉള്ളവർ നമ്മൾ അടുത്ത് തന്നെ ഇരിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് എനിക്ക്. പിന്നെ കൗൺസിലിംഗിൽ പോലും കൊണ്ടുപോയി. കാരണം അത്രത്തോളം ആൾക്കാർ ഒന്നിനോടും ഒരു താല്പര്യം കാണൂല. നല്ല വസ്ത്രം ധരിക്കാനോ പിന്നെ പുറത്ത് പോണോന്നോ അങ്ങനെ ഒന്നും. എത്രയും വേഗം നമുക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് വന്നാ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് മനസ്സിലായി. ഇത്ര എക്സ്പെൻസ് ഇത് കണ്ടപ്പോഴത്തേക്കിന് നിങ്ങൾക്കത് ഷെയർ ചെയ്യണമെന്നൊരു ഇതായി. ഇത്രയും ഇപ്പൊ ഈ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉണ്ട് ഈ അസുഖം. 100 പേരുണ്ടെങ്കിൽ 80 പേർക്കെങ്കിലും ഉണ്ട് ഈ അസുഖം. കാരണം മെഡിക്കൽ കോളേജിലേക്ക് RCCയിലൊക്കെ ചെന്ന്
കണ്ടാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഒരു ദിവസം. കാരണം നമ്മൾ കീമോക്ക് ബെഡ് നമുക്ക് മുന്നേ കൊണ്ടുപോയി ആ ബെഡിൽ ഷീറ്റൊക്കെ വിരിച്ച് ബെഡ് പിടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ബെഡ് കിട്ടൂല കീമോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓരോ ബെഡിന്റെ മുന്നിലും ചെന്ന് ക്യൂ നിൽക്കണം. അത്രയ്ക്കാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പേഷ്യന്റ് കൂടുതലും ഈ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ തന്നെ അവിടെ പെണ്ണുങ്ങളുടെ വാർഡിലും ഫുള്ള് ഇത് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് അവിടെ മെഡിക്കൽ കോളേജിൽ ഞാൻ പോകുന്ന ദിവസമൊക്കെ ഉള്ളത്. അപ്പൊ അത്രത്തോളം ആണ് ഈ ക്യാൻസർ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു നിവർത്തി ഇല്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. അവർ വിചാരിക്കും ഒന്നും വേണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, പോയി. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട്, എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി അങ്ങ് മരിച്ചു കളയാന്ന് ആ അസുഖം എന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ വീട്ടിലിരിക്കാനോ ഒന്നിനും എനിക്ക് തോന്നിയിട്ടില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഞാൻ ഇത് കാണുമ്പോ ഞാൻ ചിന്തിക്കും, എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കണ്ട എന്നല്ല പറയുന്നത്, എന്നാലും ഇത്രയും ഇങ്ങനെയൊക്കെ കാണിക്കുക എങ്ങനെ പറ്റുന്നെന്ന് ഞാനും ചിന്തിച്ചു. അല്ല, ഞാനും ചിന്തിച്ച ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, 2 ലക്ഷം രൂപയുടെ മരുന്നാണ് ഓരോ കീമോയ്ക്കും ആവശ്യം വരുന്നതെന്ന് ഒരു ഞാൻ കണ്ടായിരുന്നു ഈ സാധനം. അപ്പൊ ഞാൻ ആലോചിച്ചത് അത്രയും ബെയർ ചെയ്യുന്നുണ്ടോ ആൾക്കാർ. എന്തായാലും നിങ്ങളിത് പറഞ്ഞപ്പോഴത്തേക്കിന് അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും ഈ ഒരു കാര്യം. കാരണം അത് തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു കാര്യം കേട്ടിട്ട്. ബ്രോ, അവിടെ മെഡിക്കൽ കോളേജിൽ വരുന്നത് പുറത്ത് പ്രൈവറ്റ് കാരണം മെഡിക്കൽ കോളേജിൽ നമുക്ക് പെട്ടെന്നൊന്നും സർജറിക്ക് അവർ ഡേറ്റ് ഇട്ട് തരൂല. അവർക്ക് പിന്നെ അവര് നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയും കൂടെ അവർ നോക്കിയിട്ട് നമുക്ക് കൂടുതലാണ് എങ്കിൽ 4th സ്റ്റേജ് ഒക്കെ ആയിപ്പോയെങ്കിൽ അവർ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങും. മനസ്സിലായി. മറ്റെന്ന് പറഞ്ഞാൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല, എങ്ങോട്ടും സ്പ്രെഡ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സർജറിക്ക് ഡേറ്റ് ഇട്ട് തരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സർജറി എങ്ങനെയായിരുന്നു? ഇല്ല, പിന്നെ ചിലർക്ക് ആദ്യം കീമോ ചെയ്യും. കീമോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്യൂമർ വലുതായി പോയെങ്കിൽ ഇതിനെ ചുരുക്കിയിട്ട് വേണം സർജറി ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ചിലർക്ക് പിന്നെ ആദ്യം കീമോ ചെയ്യും. കീമോ ചെയ്തിട്ട്, അതായത് ഇപ്പൊ ഒരു 8 കീമോയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ഒരു 4 കീമോ സർജറിക്ക് മുന്നേ ചെയ്യും. ചെയ്തിട്ട് പിന്നെ സർജറി കഴിഞ്ഞ് പിന്നെ 4 കീമോയും കൂടെ ചെയ്യും. പിന്നെ റേഡിയേഷൻ വേണമെങ്കിൽ റേഡിയേഷൻ. അതെല്ലാം സർജറി കഴിഞ്ഞിട്ടാണ്. മനസ്സിലായി. പറഞ്ഞത് കാര്യമായി. ഇത്ര മതി. കാരണം എനിക്കറിയാവുന്ന തന്നെ ഒത്തിരി പേരുണ്ട്. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തും പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുമല്ലോ നമ്മള്. പിന്നെ നമ്മളെ പോലെ ഇരിക്കുന്നവരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമല്ലോ. എത്ര നാളായി തുടങ്ങിയിട്ട്, എങ്ങനെയൊക്കെയായിരുന്നു ട്രീറ്റ്മെന്റ്, പിന്നെ കീമോയുടെ സൈഡ് എഫക്ട് എങ്ങനെയായിരുന്നു. കാരണം നമുക്കും അത് അനുഭവിക്കാനുള്ളതാണല്ലോ. നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് കീമോ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഓരോ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് പേടിയാവൂലേ, അയ്യോ എന്താണോ എന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഞാൻ ചോദിക്കും. ഓരോരുത്തരും പറയുന്ന എന്നേക്കാളും പിന്നെ കീമോ കഴിഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ട്. ഞാനാണെങ്കിൽ എന്റെ ഇടത് കാല് പോയി. ഈ കൈ ഇപ്പോഴും എനിക്ക് ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കുറെ ടൈം എടുക്കും അതൊന്ന് ശരിയായി വരാൻ, പഴയതുപോലെ ആയി വരാൻ. കാലും അതുപോലെ തന്നെ. പിന്നെ ഞാൻ കാലിന് റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നോണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ആ കാല് മരവിച്ച പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് തൊടുന്നൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരമല്ല, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കീമോ എന്ന് പറയുന്നത്. അത് ഇത്രത്തോളം നിസ്സാരമായി കാണുന്ന എന്താണ് ഇനി ഇവർക്കിനി ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും മെഡിസിൻ ഡോക്ടർമാർ കൊടുക്കുന്നുണ്ടോ? സാധാരണ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ രോഗികളെയും ഒരുപോലെയാണ് ശുശ്രൂഷിക്കുന്നത്. പ്രൈവറ്റിലായാലും. പക്ഷെ അതിപ്പോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞത് കാര്യമായി, ഇൻഫോർമേറ്റീവാ. എന്തായാലും വെക്കുന്നുണ്ട്. മതി, ഇത്രയും മതി, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശരി.